Praise the Lord. Hi teens. How are you all doing? ഇന്ന് ഞാൻ നമ്മുടെ ഫാസ്റ്റർ ഡാമിൻ ആൻ്റണിയുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന ബുക്കിൽ നിന്നും ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. I am sure it will be a blessing for you all. It's a wonderful learning. So I want you all to grab a piece of paper and a pen to note down the points. So the spirit of a finisher. Ecclesiastes 7:8 സഭാപ്രസംഗി 7:8 പറയുന്നു, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. It is very important to finish with excellence whatever we have started. 1 Corinthians chapter 10 verses 24 to 27. 1 Corinthians 10 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒരു ഓട്ട മത്സരമായിട്ടാണ് പറയുന്നത്. ആര് ആ ഫിനിഷ് ലൈനിനെ ക്രോസ് ചെയ്യുന്നു അവർ ജയിക്കും. ഈ ഓട്ട മത്സരത്തിൽ നമ്മുടെ ഓട്ടത്തെ സ്ലോ ഡൗൺ ചെയ്യാനും തടസ്സം നിൽക്കാനും പിന്നെ വഴി തെറ്റിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമ്മൾ വീണുപോയെന്നും വരാം, ചിലപ്പോൾ നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷേ നമ്മൾ ഫിനിഷ് ലൈനിലേക്ക് നോക്കി, നമ്മുടെ യേശുപ്പച്ചയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേറ്റ് ഓടണം. നമ്മൾ ആ ഫിനിഷ് ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സക്സീഡ് ചെയ്യുള്ളൂ. All those who wish to succeed in life should have the spirit of a finisher. നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് തോമസ് ആൽവ എഡിസനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം 1000 എക്സ്പെരിമെൻറ്റ്സ് നടത്തിയതിന് ശേഷമാണ് ഈ ഇലക്ട്രിക് ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചത്. When he was asked about these thousands of failed attempts, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1000 times തോറ്റില്ല. I did not fail 1000 times. I successfully discovered 1000 ways on how not to make an electric bulb എന്ന്. അദ്ദേഹത്തിൻ്റെ ഫെയിൽഡ് അറ്റംപ്റ്റ്സിനെ അദ്ദേഹം ഒരു തോൽവിയായിട്ട് കണക്കാക്കിയില്ല. പകരം അതെല്ലാം ഒരു പുതിയ പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഹി വർക്ക്ഡ് ഹാർഡ് അൺടിൽ ഹി ഗെറ്റ് വാട്ട് ഹി വാണ്ടഡ്. അതുപോലെ തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ലാബ് കത്തി നശിച്ചു. അതിലെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കും വിലപിടിപ്പുള്ള ലാബ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കത്തിപ്പോയി. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നു? He thanked God. He said, all our mistakes are burnt up. Thank God, now we can start anew. അദ്ദേഹത്തിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ കാരണം he was never ready to accept failure. He had the spirit of a finisher in him. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 1000 ഫെയിലിയേഴ്സ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ സത്യത്തിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ തോറ്റു എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ തോൽക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ തോൽക്കുന്നുള്ളൂ. വി ഓൺലി ഫെയിൽ വെൻ വി ആക്സെപ്റ്റ് അവർ ഫെയിലിയർ. അതുപോലെ നമ്മുടെ എബ്രഹാം ലിങ്കൻ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ, അദ്ദേഹം പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം 8 പ്രാവശ്യം ഇലക്ഷന് തോറ്റുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് ട്രാജഡീസ്. തൻ്റെ 9ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. അദ്ദേഹം തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞുപോയി. ഹി വാസ് ഡിക്ലെയർഡ് ബാങ്ക്രപ്റ്റ്. തൻ്റെ 4 ആൺമക്കളിൽ 3 പേരും വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം നിമിത്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മെൻ്റൽ ഹെൽത്ത്, ഷി വാസ് നോട്ട് സ്റ്റേബിൾ. പക്ഷേ എന്നിരുന്നാലും എബ്രഹാം ലിങ്കൻ he kept on going. He did not quit. All these difficulties in his life only gave him the strength and the courage
to move on and become the President of America. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തളർന്നു പോകുന്നവരാവരുത് നമ്മൾ. പകരം നമ്മൾ അതിനെയൊക്കെ ഒരു ചാലഞ്ചായിട്ട് കണ്ട് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എബ്രഹാം ലിങ്കന് ഒരു സ്പിരിറ്റ് ഓഫ് ഫിനിഷർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ നമുക്കറിയാം, KFC, അതിൻ്റെ ഫൗണ്ടർ കേണൽ സാൻഡേഴ്സ്. He went to 1009 hotels with his unique chicken recipe, only to get rejected before someone was ready to buy his recipe. Can you imagine 1009 rejections? Yet he did not quit. He kept on going. He had an aim. He did not stop until he reached there. He too had the spirit of a finisher in him. Winners never quit. Likewise, quitters never win also. നമ്മൾ ഈ സക്സസ്ഫുള്ളായ ഈ ആളുകളുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ചില ക്വാളിറ്റീസ് ഒന്നെടുത്ത് നോക്കിയാൽ ഇതൊക്കെയാണ്. ദേ ഹാഡ് ആൻ എയിം ഇൻ ലൈഫ്. ദേ വർക്ക്ഡ് ഹാർഡ് ഫോർ ദാറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. They stuck to the plan no matter what. They never accept failures. They assess their progress. They never quit, and they finished what they started. നമ്മളും സക്സസ്ഫുൾ ആവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ. നമ്മുടെ യേശു കർത്താവ് എല്ലാ കാര്യത്തിലും ക്രൂശിൽ ജയം എടുത്തു കഴിഞ്ഞു. പക്ഷേ എങ്കിലും നമ്മൾ അത് പ്രാപിക്കണം. അതിന് നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്ലാൻ അവർ ലൈഫ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലൂക്കോസ് 14:28 സേസ്, ലൂക്കോസിൻ്റെ സുവിശേഷം 14:28 യേശു കർത്താവ് ഒരു ടവർ ഉണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളൊരു ടവർ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയില്ലേ എന്നാണ് അതിൽ പറയുന്നത്. സോ നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മളതിന് പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് യുവർ ഗോൾ. ഗോൾ ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ റേസ് വിത്തൗട്ട് എ ഫിനിഷ് ലൈൻ ഓർ എ ട്രാക്ക്. We just run aimlessly until we are tired and we fell down. പക്ഷേ ഒരു ഫിനിഷ് ലൈനുള്ള ഒരു ഓട്ട മത്സരമാണെങ്കിൽ we will be always focused and we know where to run. We will be focused and we will be on track. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഒരു ഗോളും. It will keep us focused and it will help us to be on track always. അപ്പോൾ ഗോൾ എന്ന് പറയുമ്പോൾ it should be a smart goal. സ്മാർട്ട് ഗോൾ എന്ന് പറയുമ്പോൾ SMART. S stands for specific. നമ്മളുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ I want to be successful and I want to be happy എന്ന് പറഞ്ഞാൽ it is not a goal, it's a wish. നമ്മുടെ ഗോൾ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് വിത്തിൻ an year I will get into a medical college and I will become a doctor എന്ന് പറഞ്ഞാൽ that is specific. അതൊരു സ്പെസിഫിക് ഗോളാണ്. അപ്പോൾ our goal should be specific. And second is M. M stands for measurable. At any point of time we should be able to assess our progress towards our goal. ഏത് സമയത്തും നമ്മൾ നമ്മുടെ ഗോളിനോട് എന്തോരം അടുത്തു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. സോ ഇറ്റ് ഷുഡ് ബി മെഷറബിൾ. തേർഡ് A, അച്ചീവബിൾ. നമ്മുടെ ഗോള് നമ്മുടെ കഴിവിൽ പെട്ടെന്ന് എത്തിപ്പിടിക്കാവുന്ന ഒരു ഒട്ടും ചാലഞ്ചിങ് അല്ലാത്ത
ഒരു ഗോളാവരുത്. ഇറ്റ് ഷുഡ് ബി ചാലഞ്ചിങ്. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടിയാൽ മാത്രം എത്തിപ്പിടിക്കാവുന്ന ഒരു ഗോൾ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കഴിവിനും അപ്പുറം നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാവരുത് നമ്മുടെ ഗോൾ. സോ our goal should be achievable. Next is R. R stands for realistic. അതായത് ഇപ്പം ഒരു ദിവസം കൊണ്ട് ഞാൻ 10 ചാപ്റ്റേഴ്സ് പഠിക്കും എന്നത് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക്. അതൊരിക്കലും നടക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഗോൾ എപ്പോഴും റിയലിസ്റ്റിക് ആവണം. ആൻഡ് ഫൈനലി ഇറ്റ് ഷുഡ് ബി ടൈം ബൗണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു ഡോക്ടറാകും എന്ന് നിങ്ങൾ പറയരുത്. അതായിരിക്കരുത് നിങ്ങളുടെ ഗോൾ. ഞാൻ ഇത്ര വർഷം കൊണ്ട് 5 ഇയേഴ്സ് കൊണ്ട് 6 ഇയേഴ്സ് കൊണ്ട് ഞാനൊരു ഡോക്ടറാകും എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ട് ടൈമും ഒരു എൻഡ് ടൈമും ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ടൈം ബൗണ്ട്. ഓക്കെ, നൗ യു ഹാവ് സെറ്റ് യുവർ സ്മാർട്ട് ഗോൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫിറ്റ് ദം ഇൻ ടു യുവർ ഡെയിലി സ്കെഡ്യൂൾ. അതായത് നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് അതിന് ഉള്ള കാര്യങ്ങളെയെല്ലാം നമ്മുടെ ഡെയിലി സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തുക. അതിനുവേണ്ടി സമയം നീക്കി വയ്ക്കുക എന്നതാണ് ചെയ്യേണ്ട കാര്യം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടുക എന്നതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളിൽ നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടി സമയം നീക്കി വയ്ക്കണം. ബിക്കോസ് യു ഹാവ് ടു ബി ഫിസിക്കലി ഫിറ്റ്. സോ ഡെയിലി വർക്കൗട്ട് വേണം. അതുപോലെ തന്നെ വീക്ക്ലി കോച്ചിങ്, ക്രിക്കറ്റ് കോച്ചിങ്ങിന് വീക്ക്ലി 1 or 2 or 3 അതിനും ഉള്ള സമയം നിങ്ങൾ നീക്കി വയ്ക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് കോളേജിൽ കയറുക അല്ലെങ്കിൽ ഒരു ഡോക്ടറാകുക എന്ന് ഉള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ സമയത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾ സമയം നീക്കി വയ്ക്കണം. അതുപോലെ തന്നെ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകണമെങ്കിൽ അതിനുള്ള ടൈമും നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ആവശ്യത്തിന് സമയം കൊടുക്കണം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സമയം ഉണ്ടാവണം, നിങ്ങളുടെ ഹോബീസിന് സമയം കൊടുക്കണം, അതുപോലെ TV കാണാൻ സമയം കൊടുക്കണം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഗോളും നിങ്ങളുടെ ടൈം ടേബിളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കും. നമ്മൾ മടുത്തു പോകും. സോ യുവർ ടൈം ടേബിൾ ഷുഡ് ഓൾസോ ബി റിയലിസ്റ്റിക്. പഠിത്തം മാത്രം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ടൈം ടേബിൾ ആവരുത്. അല്ലെങ്കിൽ ഉറങ്ങാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ഒരു ടൈം ടേബിൾ ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇസ് ടു സ്റ്റിക്ക് ടു ദ പ്ലാൻ. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്ലാനിന് അത് ഒരിക്കലും നമ്മൾ മറന്നുപോയി നമ്മൾ വഴിതെറ്റി പോകരുത്, നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകരുത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഗോളും നമ്മുടെ ഈ ടൈം ടേബിളും ഒക്കെ നമ്മൾ കുറേ പീസസ് ഓഫ് പേപ്പേഴ്സിൽ എഴുതി നമ്മുടെ ബെഡ്റൂമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിൽ, നമ്മുടെ സ്റ്റഡി റൂമിൽ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിലും ഈവൻ ബാത്റൂമിൽ പോലും അത് സ്റ്റിക്ക് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ വി വിൽ ഓൾവേസ് ബി റിമൈൻഡഡ് ഓഫ് what our goal is and we will be more focused ആയിരിക്കും. നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, നമ്മൾ വഴിതെറ്റി പോകാതെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. Now the next thing is to assess your progress. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഏതെങ്കിലും ഒരു ആളെ, നമ്മുടെ ഒരു വെൽ വിഷർ, നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ ഒരു മൂത്ത ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ ഈവൻ ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ആരെങ്കിലും നമ്മുടെ ഗോളും നമ്മുടെ പ്ലാൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഹീ ഷുഡ് ബി ഏബിൾ ടു അസസ് അവർ പ്രോഗ്രസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാനും പിന്നെ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ഈസ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിത് എല്ലാം ഈ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കണം. എന്താ പറയുക, നമ്മൾ ഒരു വലിയൊരു ടാസ്ക്കാണത്. ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ടു കീപ്പ് ഓൺ ഗോയിങ് ആൻഡ് ടു
റീച്ച് യുവർ ഗോൾ, അതിന് നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഹി വിൽ ഗൈഡ് us. He will never leave us. He will guide us. He will teach us. And He will give us the strength to keep on going. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഡെയിലി റൊട്ടീൻ അതനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗോളൊക്കെ ഒരു റൂമിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങളുടെ പേരൻസിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും നിങ്ങളുടെ ഗോളൊക്കെ അറിയിക്കുക. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, തീരുമാനിച്ച കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നൗ യു ഹാവ് ടു ഫോക്കസ് only on your goal and keep moving. God will help you with that. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ഹോംവർക്ക് തരികയാണ്. അത് നമുക്കറിയാം, ജീസസ് ക്രൈസ്റ്റ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മിഷനുമായിട്ടാണ്. ആൻഡ് ഹി കംപ്ലീറ്റഡ് ഹിസ് മിഷൻ, അല്ലേ? അത് ബൈബിളിലെ ഏത് വചനത്തിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്? അത് നിങ്ങൾ കണ്ടുപിടിച്ച് യൂട്യൂബിൽ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറഞ്ഞു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ. നൗ തേർഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ അപ്പസ്റ്റൽ പോളും അദ്ദേഹവും തൻ്റെ മിഷൻ പൂർത്തീകരിച്ചു എന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ബൈബിളിലെ ഏത് വചനമാണ് അത് പറയുന്നത്? അത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ 3 ആൻസേഴ്സും കമൻറ്റ് ബോക്സിൽ ഇടുക. അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും കൂടി ഒന്ന് അയച്ച് തരണം. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു അപ്പ. ഇന്ന് തന്നെ കർത്താവെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഗോൾ എന്തെന്നൊരു തീരുമാനമെടുക്കുവാനും അതിനായിട്ട് ഇപ്പോൾ കേട്ട മാതിരിത്തെ എല്ലാ സ്റ്റെപ്സും അവർക്ക് ചെയ്ത് അവർക്കത് ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ റേസ് തുടങ്ങുവാനും അവരുടെ ഗോളിലേക്കുള്ള റേസ് തുടങ്ങുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ അവരുടെ ഉള്ളിൽ നിറയണമേ. നീ അവരെ ഓരോ നിമിഷവും അവരെ സ്ട്രെങ്തൻ ചെയ്തും അവരെ സഹായിച്ചും കൊണ്ടു ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ, ഒരിക്കൽ കൂടി അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ ദൈവരാജ്യത്തിനും ഉപകാരമുള്ള മക്കളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.